സത്യസന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വേറെ ഒന്നും വിചാരിക്കേണ്ട. ഇത് നിങ്ങളെ നിലവാരങ്ങൾ ഉയർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അയ്യോ മറ്റൊരെന്ത് വിചാരിക്കും, ഈ കമൻറ്റുകളൊക്കെ കാണുന്നവരെന്ത് വിചാരിക്കും. സത്യം പറ, ഓണം എക്സാമിന് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങൾ അത് മാത്രം പറഞ്ഞാൽ മതി. ഓണം എക്സാമിൻ്റെ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഓക്കെ ആണോ? ഇങ്ങനെ പഠിച്ചാൽ മതി, ഇത് ഓക്കെയാണ്, ഇത് അടിപൊളി മാർക്കാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും മറ്റേ ഫുൾ A+ഓ ഫുൾ മാർക്കിലേക്കോ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ വിചാരിക്കുന്നവരാണെങ്കിൽ ഓക്കെ, കമൻ്റ് ഒന്നും ചെയ്യണ്ട. അല്ലാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് നിങ്ങൾക്കൊരു പക്ഷേ ചിലപ്പോൾ എല്ലാ സബ്ജക്റ്റുകളും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആകെ ഉണ്ടാവുന്നത് ചിലപ്പോൾ ഇപ്പോൾ കൊമേഴ്സുകാരാണെങ്കിൽ അക്കൗണ്ടൻസി ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട്, അതിലായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് കുറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന അക്കൗണ്ടൻസിയിൽ തന്നെ ആയിരിക്കും. ഒന്നാമത്തത്. രണ്ടാമത്തത്, കൂടുതലും നമ്മുടെ ഇപ്പോൾ എക്കണോമിക്സ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു കണ്ടെത്തലുകളാണ്. എക്കണോമിക്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് വരാൻ ചാൻസ് ഉണ്ട്. ഇംഗ്ലീഷ് ഇപ്പോൾ അതേപോലെ തന്നെ കൊമേഴ്സുകാർക്ക് ബിസിനസ് സ്റ്റഡീസിലും ഭയങ്കര പ്രയാസങ്ങൾ കാണുന്നുണ്ട്. ബിസിനസ് സ്റ്റഡീസിലും ഈ 4 സബ്ജക്റ്റുകൾ നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് അക്കൗണ്ടൻസിലാണെങ്കിൽ സാറേ പ്രോബ്ലം ചെയ്തു വരുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി നന്നായിട്ട് പറയാൻ അറിയില്ല, എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഫില്ല് ചെയ്ത് വരുമ്പോഴേക്കും അങ്ങോട്ട് മറന്നു പോകുന്നു. തിയറിയൊക്കെ ഞങ്ങൾക്ക് ഓക്കെയാണ്, പക്ഷേ ഇതിങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് പ്രോബ്ലംസ് വരുമ്പോഴാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. അതാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യും. വേറെ ഒന്നിനല്ല ഞാനിത് ലാസ്റ്റ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്? ഇനി ചിലർക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ സാറേ 10ാം ക്ലാസ് മുതലേ ഉള്ള ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്ക് ഉണ്ടാവും, പക്ഷേ ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗ്രാമറിൻ്റെ പോർഷൻ വരുമ്പോൾ പിന്നെ ഞങ്ങൾ ആ ഭാഗം നോക്കാറില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എക്കണോമിക്സ് ആണെങ്കിൽ ഇതേപോലെ തന്നെയാണ്, പ്രോബ്ലംസ് വരുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും. എന്തിനാണ് സാറേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കമൻറ്റ് ചെയ്യിപ്പിക്കുന്നത്? ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ല മക്കളെ, ഹ്യൂമാനിറ്റീസിനും കൊമേഴ്സിനും എസ്പെഷ്യലി ഹ്യൂമാനിറ്റീസിനൊന്നും ഒരിക്കലും കേരളത്തിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അതായത് എന്തിനാണ് അവർക്ക് ട്യൂഷൻ? അവർക്ക് വായിച്ചു പഠിച്ചാൽ പോരെ. അതേപോലെ തന്നെയാണ് ഏകദേശം കൊമേഴ്സും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ വർഷങ്ങളായിട്ട്, അതായത് എജുപോർട്ട് തുടങ്ങിയത് മുതൽ തന്നെ നിങ്ങളെ ഹ്യൂമാനിറ്റീസിനെയും കൊമേഴ്സിനെയും ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു ടീമുണ്ടെങ്കിൽ അത് എജുപോർട്ടാണെന്ന് നിങ്ങളെക്കാളും പഠിച്ചിറങ്ങിയ പല കുട്ടികൾക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രശ്നങ്ങൾ ചോദിക്കാൻ പറയുന്നത്. മക്കളെ, ഓണം എക്സാമിന് നല്ല മാർക്ക് കുറഞ്ഞിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നാമത്തത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് പഠിക്കുക. സാറ് ഞങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ചില സമയങ്ങളിൽ വരുമ്പോൾ പെട്ടുപോകും, ഞങ്ങൾ ബുദ്ധിമുട്ടും സാറേ. അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ ചിലപ്പോൾ മെൻ്റലി ഞങ്ങൾ ഡൗൺ ആയി പോകും. ചിലപ്പോൾ നമ്മുടെ സ്കൂളിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾക്ക് അത് ആലോചിച്ചിരിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് ഫോണിൽ റീല് വന്നിരിക്കും, അപ്പോൾ ഞങ്ങൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പിന്നെ സ്റ്റോറി ഇടലായിരിക്കും. ഞങ്ങളൊന്ന് ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ സെറ്റാക്കി തരും. മക്കളെ, മെൻറ്റർഷിപ്പ് അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മെൻറ്റർഷിപ്പ് ഞങ്ങൾ തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഒരൊറ്റ ആഗ്രഹം മതി, പഠിക്കാൻ നിങ്ങൾ ഓക്കെ ആയാൽ മതി. നിങ്ങൾ ഓക്കെ അല്ലാത്ത പക്ഷം പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ പഠിക്കാൻ ഓക്കെ ആണെങ്കിൽ അത് ഏത് കുന്നിൻ ചെരുവിൽ വന്നിട്ടാണെങ്കിലും ഞങ്ങൾ പഠിപ്പിക്കാൻ നിങ്ങളെ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങൾ യഥാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ കാര്യം അതാണല്ലോ. രണ്ടാമത്തെ കാര്യം, സാറേ ഇതുവരെ എടുത്ത ചാപ്റ്റേഴ്സ് ഒന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഞങ്ങൾ ആർക്കോ വേണ്ടിയിട്ട് പഠിച്ചതാണ്, അല്ലെങ്കിൽ എന്നും ക്ലാസ്സിന് പോണി, ചിലപ്പോൾ ഒന്ന് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാറിൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിക്കും, നോട്ട് ചെയ്തു. ഞങ്ങളുടെ കയ്യിൽ നോട്ടൊന്നുമില്ല, ഞങ്ങൾ അതും തയ്യാറാണ്. നിങ്ങൾക്ക് നോട്ട് തരാനും ഞങ്ങൾ തയ്യാറാണ്. അതായത് സാറ് ബൾക്കായിട്ടുള്ള നോട്ട് വേണ്ട, അത് തന്നെയാണ് ഞങ്ങൾ സ്കൂളിൽ ടീച്ചേഴ്സ് അയക്കുന്നത്. അതായത് എവിടുന്നൊക്കെ കിട്ടിയ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ ഞങ്ങൾക്ക് അങ്ങോട്ട് എന്തായിരിക്കും വാട്സപ്പിൽ ഇട്ടുതരും. ഇതാണോ നിങ്ങൾ ചെയ്യുന്നത്? അല്ല, നിങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ഷോർട്ട് നോട്ടുകളാണ്. സാർ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇനി ഞങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ എടുത്ത് തരാൻ കഴിയുമോ? ഞങ്ങൾ സെറ്റാക്കി തരാം. യെസ്, അതും ഞങ്ങൾ തയ്യാറാണ്. നമ്മൾ തയ്യാറാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മുഴുവൻ തയ്യാറാണ്. ഇനി പരീക്ഷ വന്ന് എഴുതി തരുമെന്ന് മാത്രം നിങ്ങൾ ചോദിക്കരുത്, അത് നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷേ പരീക്ഷയ്ക്ക് നിങ്ങൾ ക്ലാസ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ ഞങ്ങൾ എന്ന് പറയുന്നത് സാർ ഉണ്ടായിരിക്കും. സാറ് പറഞ്ഞങ്ങോട്ട് പോകും, ഞാനുണ്ടായിരിക്കും. ഞാനാണ് നിങ്ങൾക്ക് ഹിസ്റ്ററി പൊളിറ്റിക്സ് എടുക്കുന്നത്. ഇങ്ങനെ ഓരോ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് പഠിക്കാൻ തയ്യാറായാൽ മതി. മക്കൾ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് ഡിസംബർ 31 ആവുമ്പോഴേക്കും ഫുൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്, അതായത് സാറ് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത്രയും ചാപ്റ്റർ തീർത്തരുമെന്നാണ് സാർമാർ പറയുന്നത്. അത് വെറുതെ ഞങ്ങളെ കൊണ്ട് അഡ്മിഷൻ എടുപ്പിക്കാൻ പറയുന്നതല്ല. അല്ലടാ, നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, താലോലിച്ച് അങ്ങോട്ടാക്കിയിട്ടൊക്കെ നമ്മൾ പറയും. പക്ഷേ
ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കണ്ടന്റ് മാത്രം, എക്സാമിന് ചോദിക്കുന്ന മാത്രം വളരെ ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അതിൻ്റെ ഷോർട്ട് നോട്ടുകൾ നിങ്ങൾക്ക് തരും. അത് മാത്രം പഠിച്ചാൽ മതി. അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ പാടും. ഒരു പ്രയാസമില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓക്കെ, പിന്നെ ഡിസംബർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പ്ലാൻ? അതാണ് നമ്മൾ പറയുന്ന രണ്ടാമത്തെ കാര്യം മക്കളെ, നമ്മൾ പറഞ്ഞ റിവൈസ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ റിവിഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇപ്പം ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം വന്ന സമയത്ത് എനിക്ക് ഇത്ര അടിപൊളിയായിട്ട് ഒറ്റ ഷോട്ടിൽ തന്നെ എടുക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് റീടേക്ക് ഇങ്ങനെ എടുത്തിരുന്നു. പക്ഷെ അത് ചെയ്ത് ഇപ്പം ഞാൻ നേരെ ക്യാമറ ക്ലിക്ക് ചെയ്യുന്നു, ഞാൻ എടുക്കുന്നു, ഒരു റീടേക്കും ഇല്ലാതെ എടുക്കുന്നു. ഇതാണ് കാരണം. എന്തുകൊണ്ടാണ്? ഞാൻ ഇതിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടാണ്, വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനാണ് നമ്മൾ ജനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പഠിച്ച ഓരോ ചാപ്റ്റേഴ്സുകളും നമ്മൾ പ്രാക്ടീസ് ചെയ്തിരും. അതിന് സാറേ നിങ്ങൾ കൂടെ ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ 2025 എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഞാനത് പറയും, ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യൽ തന്നെയാണ്. ആ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്ത മക്കളെ, ഒരു പൈസ നിങ്ങൾക്ക് നഷ്ടം വരാനില്ല, ഒരു രൂപയും നിങ്ങൾക്ക് നഷ്ടം വരാനില്ല. പക്ഷെ നിങ്ങൾക്ക് നേടാനുള്ളത് ഒരുപാട് ലാഭമാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ് ഇതെന്ന് മനസ്സിലാക്കുക. ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റിൽ നിങ്ങളെ വിലയിരുത്തേണ്ട സമയമാണ്. ഇനിയും നിങ്ങൾ ഓണപരീക്ഷയുടെ മാർക്ക് നോക്കിയിട്ട് അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഇനി ഞാൻ എന്താ ചെയ്യുക, വീട്ടുകാർ പാരന്റ്സ് മീറ്റിംഗിൽ വന്നാൽ എന്താ ചെയ്യാന്ന് പറഞ്ഞ് മോങ്ങി ഇരിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയട്ടെ, എന്നാൽ നിങ്ങൾ കാലാകാലം നിങ്ങൾ എന്നാണോ മരണപ്പെടുന്നത്, നിങ്ങളുടെ ആയുസ് എന്നാണോ തീരുന്നത്, ആ ആയുസ് തീരുന്നത് വരെ കരഞ്ഞ് ജീവിതം തീർക്കാനേ പറ്റുള്ളൂ. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇപ്പൊ കരഞ്ഞത് സന്തോഷത്തിന്റെ കണ്ണീരാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കൂടെ കൂടിക്കുക മക്കളെ. അതാണ് ചലഞ്ച് എന്ന് പറയുന്നത്, അതാണ് വെല്ലുവിളി. ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നമുക്ക് കിടിലനായിട്ട് പഠിച്ചെടുക്കാം. ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് മക്കളെ, നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ എങ്ങനെ സെറ്റല്ലേ മക്കളെ? നമുക്ക് മെയിൻ എക്സാമിനായിട്ടാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ സെറ്റാക്കി തരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ? യെസ്, സെറ്റാക്കണോടാ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലൂടെ.